പിന്നെ പിള്ളേരുടെ ഗാർഡിയൻസ് മാസാമാസം എന്തെങ്കിലും തരുമായിരുന്നു. അപ്പോ ജയകുമാരി കൈമടക്ക് വാങ്ങിക്കാറുണ്ടല്ലേ? കൈമടക്കൊന്നുമല്ല സാറേ, ഞാൻ ചോദിക്കാറുമില്ല. അവരെ അറിഞ്ഞു തരുമ്പോ പിന്നെ. ആ വകയിൽ ജയകുമാരിക്ക് ഏറ്റവും കൂടുതൽ തുക തരുന്നത് ആരാ? അങ്ങനെ ചോദിച്ചാ വലിയ തുകയൊന്നും ആരും തരാറില്ല സാറേ. സ്നേഹയുടെ ഗാർഡിയൻസിന്റെ കയ്യിൽ നിന്നും എത്ര രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്? അത് പിന്നെ എന്തിനാ സാറേ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എനിക്കൊന്നും അറിയില്ല എന്ന്. അറിയാം. സ്നേഹ സ്കൂളിൽ നിന്ന് എങ്ങനെ മിസ്സായിന്ന് ജയകുമാരിക്ക് അറിയാം. അത് പറഞ്ഞേ തീരൂ. അയ്യോ സാറേ, ഞാൻ ആദ്യം നിർത്ത്. ഉള്ള സത്യം തുറന്നു പറഞ്ഞോ. പറയാൻ. സ്നേഹയെ കാണാതായ ദിവസം സ്കൂളിൽ ആരാ വന്നത്? സാറേ, ഞാൻ. നിന്റെ അഭിനയൊന്നും എനിക്ക് കാണണ്ട. ഇവിടെ വെച്ച് പറയുന്നോ അതോ സ്റ്റേഷനിൽ വന്നിട്ട് പറയുന്നുള്ളോ? അയ്യോ, സ്റ്റേഷനിലോട്ട് വേണ്ട സാറേ, ഞാൻ പറയാം. അത് അന്ന് വൈകുന്നേരം ഒരു 3-3:30 മണിയായി കാണും. ഒരു സ്ത്രീയും പുരുഷനും കൂടി സ്കൂളിൽ വന്നിട്ട് അവർക്ക് സ്നേഹയെ കാണണമെന്ന് പറഞ്ഞു. ഓഹോ. പുരുഷന് എത്ര വയസ്സ് കാണും? ഒരു 35-40 വയസ്സ് കാണും. പൊക്കവും തടിയും ഒക്കെ ഉള്ള ഒരാളാ. സ്ത്രീക്കോ? ഒരു 30 വയസ്സിനകം. ഇരുനിറവാ. എന്നിട്ട് കുട്ടിയെ കാണാൻ പ്രിൻസിപ്പലിന്റെ സമ്മതം വേണമെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. പക്ഷെ അവര് പ്രിൻസിപ്പാളിനെ കാണാൻ പോയില്ല. അവര് കുട്ടിയുടെ ആരാന്നാ പറഞ്ഞേ? ഒരടുത്ത ബന്ധുവാണെന്നാ എന്നോട് പറഞ്ഞേ. പിന്നീട് എന്താ ഉണ്ടായത്? ആ സ്ത്രീ എനിക്ക് കുറച്ച് കാശ് തന്നു. സ്നേഹ അവർക്കൊന്ന് കണ്ടാൽ മതിയെന്നാ പറഞ്ഞേ. കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സാറേ. എത്ര രൂപയാ സ്ത്രീ തന്നത്? 1000 രൂപ. ബുദ്ധിമുട്ടുകൊണ്ട് ഞാനതങ്ങ് മേടിച്ചു പോയതാ സാറേ. അവരെങ്ങനെയാ കുട്ടി അവിടുന്ന് കൊണ്ടുപോയത്? അതൊന്നും ഞാൻ കണ്ടില്ല സാറേ. അവര് സ്നേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ പ്യൂൺ വന്ന് പറഞ്ഞത് പ്രിൻസിപ്പാൾ അന്വേഷിക്കുന്നു. തിരികെ ചെന്നവരെ അന്വേഷിച്ചില്ലേ? പിന്നെ ആ കാര്യവേ ഞാനങ്ങ് മറന്നുപോയി സാറേ. ഒടുക്ക സ്കൂൾ ബസ്സിൽ കുട്ടികളെ കയറ്റുമ്പോഴാ സ്നേഹം ഇല്ലാത്ത വിവരം ഞാൻ അറിയുന്നത്. സാറേ, ഈ വിവരം പുറത്ത് ആരോട് പറയല്ലേ സാറേ. സ്കൂളിൽ അറിഞ്ഞാ എന്റെ പണി പോകും. ചതിക്കല്ലേ സാറേ. കാശണ്ണി വാങ്ങുമ്പോ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ പറ്റുമെന്ന്. എന്ത് ചെയ്യാനാ സാറേ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഗതികെട്ടവളാ സാറേ ഞാൻ. അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. അവരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ, ഞാൻ ആദ്യമായിട്ട് കാണുക. ഇനി അവരെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും സാറേ. ഞാൻ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിൽ വരണം. വരാം സാറേ. നീയായിരുന്നോ? കൊറേ നാളായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? ശ്യാം സാറുണ്ടോ? ശ്യാം സാർ ഇവിടെ എങ്ങനെ കാണാനാ? ഇപ്പൊ മാവേലി വരുന്നത് പോലെയാ, വല്ലപ്പോഴേ ഉള്ളൂ. അല്ല, കുറ്റം പറയാൻ ഒക്കുകയല്ലോ. ആകെ ഒരാളല്ലേ ഉള്ളൂ. അവൻ എവിടെയെല്ലാം ഓടി നടക്കണം. അപ്പൊ ഇല്ല അല്ലേ? ഇച്ചിരി മോരും വെള്ളം ഉണ്ടെങ്കിൽ എടുത്തോ കഞ്ചനാമേ. കുറച്ച് കടുമാങ്ങയും കൂടെ ഇട്ടോ. നല്ല എരിയും പുളിയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാ ഞാൻ വന്നത്. എന്തോ നാടാ ഇത്ര എരിവും പുള്ളിയുള്ള കാര്യം? അല്ല, പറഞ്ഞ കേക്കട്ടെ. ആദ്യം മോരും വെള്ളം എടുത്തോണ്ട് വാ. നിനക്ക് മോരും വെള്ളം മാത്രല്ല ചോറും കൂടെ തന്നേ ഞാൻ വിടും. അല്ല, ഈ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞേ. പരവേശം കൊണ്ടാണെന്നേ. വെള്ളം താ മോളെ. ഇച്ചിരി മോരും വെള്ളം ഇങ്ങടുത്തെ. ഇവന്റെ ഒരു കാര്യം. ചെല്, കൊണ്ടു കൊടുക്കും മോളെ. ചെല്. വന്നേ വന്നേ, പറ. നീ നേരം കളയാതെ കാര്യം പറ. കാര്യം ശ്യാം സാറിന്റെ കാര്യം തന്നെയാ. ഇന്നലെ ചില രഹസ്യ ഇടപാടുകളൊക്കെ നടത്തി, അറിഞ്ഞോ? അത് ഇന്നലെ മാത്രല്ലല്ലോ, കൊറേ കാലായിട്ട് നടത്തി വരുന്നല്ലേ. ഇത് അതല്ലെന്നേ. പിന്നെ ചില കാശിന്റെ തിരിമറികളാ. കാശിന്റെയോ? കാശെന്ന് പറഞ്ഞാ ചില്ലറ കാശൊന്നുമല്ല.
ലക്ഷങ്ങളാ. ലക്ഷങ്ങളെന്ന് പറഞ്ഞാ 1, 2 ഒന്നും അല്ല, 8 ലക്ഷമാ. 8 ലക്ഷോ? ശ്യാമിനെന്താ ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ച ശ്യാം സാറിനല്ല, ആ ദേവി ഫൈനാൻസുകാരനാ. 19 ലക്ഷം രൂപ വില വരുന്ന വീടും പറമ്പും എല്ലാം കൂടെ വേറെ 8 ലക്ഷം രൂപയ്ക്കല്ലേ ചുളുവിൽ അയാളെ കയ്യിലെത്തിയത്. ഇനി അത് തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ശ്യാം സാറിന്റെ തറവാട് വീടും പറമ്പും എല്ലാം കൂടെ ദേവി ഫൈനാൻസുകാരന് ആധാരം രജിസ്റ്ററാക്കി കൊടുത്തിട്ട് 8 ലക്ഷം രൂപ മേടിച്ചെന്ന്. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേക്കുന്നേ? മോളെ, നീ ഇത് കേട്ടോ? സത്യാണോടായി പറയുന്നേ? സംശയം ഉണ്ടെങ്കിൽ വാ, ഞാൻ കൊണ്ടുപോയി ബോധ്യപ്പെടുത്തി തരാം. അതിന് ആ വീടും പറമ്പും ശാലിനിയുടെ പേരിലായിരുന്നല്ലോ. അതായത് ഗിരിക്ക് അവകാശപ്പെട്ട സ്വത്ത്. അതെടുത്ത് തോന്നിയാസം കാണിക്കാൻ ശ്യാമേട്ടൻ എന്താ അവകാശം? അല്ലെങ്കിൽ തന്നെ ഇത്രയും കാശിനിപ്പോ ആവശ്യം എന്താ? ശ്യാം സാറിനാണോ ഇപ്പൊ കാശിന്റെ ആവശ്യമില്ലാത്തത്? ചിലപ്പോ ആ കൊച്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വല്ല CBI-കാർക്കോ ക്രൈംബ്രാഞ്ചുകാർക്കോ കൈക്കിൽ കൊടുക്കാനായിരിക്കും. അല്ലെങ്കിൽ രേണുകയെ അമേരിക്കയിലോ മറ്റും കൊണ്ടുപോയി ചികിത്സിപ്പിക്കാൻ വേണ്ടി. അത് ശരിയാ, ആങ്ങളെയും പെങ്ങളും ഒത്തോണ്ടുള്ള കളി തന്നെയായിരിക്കും ഇത്. എന്തായാലും കൊള്ളാം. ഇനി ആ വീടും പറമ്പും പോയെന്ന് കരുതിയാ മതി. അയ്യോ എന്റെ ഭഗവതി, നിന്റെ ഒരു നേരെ. ഈ വീടിന്റെയും പറമ്പിന്റെയും ആധാരം കയ്യോടെ വാങ്ങിയെടുക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ അതിന്റെ സ്ഥാനത്ത് ഏതായാലും എന്റെ ഭഗവതി കാത്തു. ഞാനാ ഇതിവിടെ വന്ന് പറഞ്ഞെന്നുള്ള കാര്യം ശ്യാം സാർ അറിയണ്ട കേട്ടോ. എന്നാലും അവൾക്കിത് തോന്നിയല്ലോ. ഭർത്താവിനോട് പോലും ഒരു വാക്ക് മിണ്ടാതെ ആങ്ങളെ ചോദിച്ചപ്പോ എടുത്തു കൊടുത്തില്ല അവള്. പാവം ഗിരിമോൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്റെ ഭഗവതി. ആ സ്ത്രീയെ പിന്നെന്താ കസ്റ്റഡിയിൽ എടുക്കായിരുന്നത്? ആകെ ഒരു തുമ്പ് അവരല്ലേ? ശരിയാണ്, പക്ഷേ ആ പറഞ്ഞതിനപ്പുറം അവർക്കൊന്നും അറിയില്ലെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി എത്ര ചോദ്യം ചെയ്താലും ഇതിനപ്പുറം ഒന്നും അവരുടെ കയ്യിൽ നിന്ന് കിട്ടാനും പോകുന്നില്ല. എങ്കിലും ആ സ്ത്രീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റല്ലേ? ഇതിനൊക്കെ കാരണക്കാരി അവര് മാത്രമല്ലേ? വിശ്വസിച്ചേൽപ്പിക്കുന്ന കുട്ടികളെ കടത്തിക്കൊണ്ടുപോകാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞ അവരിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല സാറേ. ശ്യാമപ്രസാദ് അന്ന് ചെന്നതുപോലെ കുട്ടിയുമായി ബന്ധമുള്ള ആരെങ്കിലും ആണെന്നേ അവർ കരുതിയിട്ടുണ്ടാവുള്ളൂ. ക്ലാരയ്ക്ക് ചില ഫാമിലി പ്രോബ്ലംസ് ഉള്ളതായി അവർക്കറിയുകയും ചെയ്യാം. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഷീ ഡിസേർവ് ദ പണിഷ്മെന്റ്. തീർച്ചയായും. പക്ഷേ ഈ കേസിലെ വമ്പന്മാർ സുരക്ഷിതരായിരിക്കുമ്പോൾ ആ സ്ത്രീയെ മാത്രം കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരുപക്ഷേ ഈ വഴിയിലൂടെ അല്ലെങ്കിൽ തന്നെയും കുട്ടി മിസ്സാവുക തന്നെ ചെയ്യുമായിരുന്നു. അല്ല, ഷാനവാസിനെന്താ അവരോടൊരു സോഫ്റ്റ് കോർണർ? പാവങ്ങളാണ് സർ, ജീവിക്കാൻ മറ്റൊരു വഴിയില്ല. നമ്മളിപ്പോൾ ഇതൊരു ഇഷ്യൂ ആക്കിയാൽ ഒരുപക്ഷെ അവരെ ആത്മഹത്യ പോലും ചെയ്തു വന്നേക്കും. സാഹചര്യങ്ങളും ഗതികേടും ഒക്കെ അല്ലേ സർ പലപ്പോഴും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. അവിടെ നമ്മൾ ഫിലോസഫിയും സെന്റിമെന്റ്സും ഒക്കെ പറഞ്ഞിരുന്നാലോ സർ, കുട്ടിയെ നമ്മൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ രഹസ്യമായി ആ സ്ത്രീയെ വിളിച്ച് നമ്മുടെ ലിസ്റ്റിലുള്ള സ്ഥിരം പുള്ളികളുടെ ഐഡന്റിഫിക്കേഷൻ നടത്താം. സ്കൂളിൽ കുട്ടിയെ കാണാനെത്തിയ അപരിചിതർ ചിലപ്പോൾ ആ ലിസ്റ്റിലുണ്ടെങ്കിലോ? തിരിച്ചറിഞ്ഞാലും അവരത് ബോധപൂർവം നിഷേധിക്കുകയാണെങ്കിലോ? ഐ തിങ്ക് അവർക്ക് വേറെയും ഓഫർ ഉണ്ടെങ്കിലോ? നിഷേധിക്കാൻ പറ്റില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ സർ, SP ഓഫീസ് വരെ പോകണം. ഓക്കെ. ആ, രാവിലെ വണ്ടി കേസ് പിടിച്ചിരുന്നവരൊക്കെ പെറ്റ് ചാർജ് ചെയ്ത് പറഞ്ഞു വിട്ടേ. യെസ് സർ. ഹലോ. ഹലോ, ഞാൻ അനാഥാലയത്തിൽ നിന്നും മദർ മാർഗരറ്റ് ആണ്. ആ, പറഞ്ഞോളൂ മദർ. സാർ, എനിക്ക്
സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. എന്താ മദർ? അത് ഫോണിലൂടെ പറയേണ്ട കാര്യമല്ല. സ്നേഹയെ പറ്റി വല്ലതും? അതെ സാർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരാം. വേണ്ട മദർ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ആയിക്കോട്ടെ, ശരി. വീണ്ടും പോലീസ്. കർത്താവെ, ഇനി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നതായിരിക്കോ? എന്തായാലും ഈ ഫിലിപ്പോസിനെ കച്ചി കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. എന്റെ പാറയും മാതാവേ, ഒരു സാത്താൻ കുഞ്ഞു കാരണം ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഓ, ഓടി ഓടി കാലും തേഞ്ഞല്ലോ. ഗുഡ് മോർണിംഗ് മദർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. എന്താണ് മദർ? എന്ത് മാറ്ററാ? സ്നേഹമോളുടെ അന്വേഷണം എവിടം വരെയായി സാർ? ഊർജിതമായി നടക്കുന്നുണ്ട്. പറയൂ മദർ, പേടിക്കണ്ട. കമോൺ, എന്താണ് ആ മാറ്റർ? അത് സ്നേഹമോളെ തട്ടിക്കൊണ്ടുപോയത് അയ്യനാണ് സാർ. അയ്യരോ? അതെ സാർ. രേണുകയെ കൊല്ലാൻ ശ്രമിച്ച ആ നൊട്ടോറിയസ് ക്രിമിനൽ അല്ലേ? അതെ, അയാളാണ് സ്നേഹമോളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവനെ പിടികൂടണം സാർ. ആട്ടെ, ആരാ ഈ വിവരം ഇപ്പൊ മദറിനെ അറിയിച്ചത്? പറഞ്ഞോളൂ മദർ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ആരാ? ക്ലാര. ഓഹോ, സ്നേഹയെ തട്ടിക്കൊണ്ടുപോയത് അയ്യരാണെന്ന് മാത്രമേ ക്ലാര പറഞ്ഞുള്ളൂ. പറയൂ മദർ, പ്ലീസ്. 10 ലക്ഷം രൂപ കൊടുത്ത സ്നേഹമോളെ തിരിച്ചു കൊടുക്കാമെന്ന്. എപ്പോ, എവിടെ കൊണ്ടു കൊടുക്കണമെന്ന്? അതൊന്നും അറിയില്ല സാർ. 2 ദിവസമായി ഞാനിത് അറിഞ്ഞിട്ട്. അരുന്ധതി മേനോനോടും മൈക്കിളിനോടും ഒക്കെ ഞാൻ ഈ വിവരം സംസാരിച്ചതാ. പോലീസിനെ അറിയിച്ചാൽ കുഞ്ഞിനെ അവർ ജീവനോടെ വെച്ചേക്കില്ലെന്ന ഭീഷണി. അതുകൊണ്ടാണ് സാർ ഈ വിവരം അവൾ ആരോടും പറയാതിരുന്നത്. 10 ലക്ഷം രൂപ കൊടുത്താൽ പോലും സ്നേഹയുടെ ജീവൻ അപകടത്തിലാണ് സാർ. ക്ലാരയും ചതിക്കപ്പെടും. എങ്ങനെയെങ്കിലും സ്നേഹമോളെ രക്ഷിക്കണം സാർ. ഞാൻ ഈ വിവരം രഹസ്യമായി സാറിനെ അറിയിച്ചതിൽ നാളെ എനിക്ക് പശ്ചാത്തപിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ പേടി. കുട്ടിയെ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഓടി നടക്കുന്നത്. അതിനിടയിൽ വാദിയും പ്രതിയും ചേർന്ന് ഞങ്ങളെ കബളിപ്പിക്കുന്നു എന്നറിയുമ്പോഴാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നത്. എന്തായാലും ഞങ്ങൾക്കിപ്പോൾ ഈ കേസിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഒരു സൗഹൃദത്തിന്റെ പേരിലെങ്കിലും മദർ ഞങ്ങളോട് ധൈര്യമായിട്ട് ഈ കാര്യം തുറന്നു പറഞ്ഞല്ലോ, അത് മതി. വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. സ്നേഹമോളുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷിക്കണം സാർ. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. താങ്ക് യു മദർ, താങ്ക് യു വെരി മച്ച്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഞാനത് പറഞ്ഞു മാഡം.
എനിക്കത് പറയാതിരിക്കാനായില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ ആളെന്ന നിലയിൽ എനിക്കത് പറഞ്ഞേ തീരൂ. അതുകൊണ്ടാ. അത് വേണ്ടായിരുന്നു മദർ. പോലീസൊക്കെ അറിഞ്ഞ സ്ഥിതിക്കിനി സ്നേഹമോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന എന്റെ പേടി. പോലീസിനെ അറിയിച്ചാലേ ഇല്ലെങ്കിലും നമ്മൾ പേടിച്ചേ തീരൂ. ക്ലാര ചതിക്കപ്പെടും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ സാഹചര്യത്തിൽ പോലീസിന്റെ സഹായം ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. ശ്യാമിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കങ്ങളുള്ളതായിട്ട് മേഡത്തിന് അറിയാമോ? ശ്യാമിന് സംശയം മദറിനെയും ക്ലാരയുമാണ്. എല്ലാവരും ചേർന്ന് കുഞ്ഞിനെ അയാളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയാണെന്നാ അയാൾ പറയുന്നത്. പിറന്ന നാൾ മുതൽ തന്നെ സ്നേഹമോളുടെ കാര്യത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങൾ മാത്രമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ഇതൊക്കെ ഒന്ന് അവസാനിച്ച് കിട്ടണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഒക്കെ നേരെയാവും. മദർ സമാധാനിക്ക്. ഇനിയല്ലേ ശരിക്കും സമാധാനക്കേട് ഉണ്ടാകാൻ പോകുന്നത്. സ്നേഹ തിരിച്ചെത്തിയാലും അതിന്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കോടതിയും കേസും ഒക്കെ ആയിട്ട് നമ്മൾ. ഞാനും അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. രേണുക താമസിയാതെ സുഖം പ്രാപിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഡോക്ടറുടെ അഭിപ്രായം മറിച്ചല്ല. നിർമ്മല ടീച്ചറും കൂടി തിരിച്ചെത്തിയാൽ അപ്പൊ പിന്നെ സ്നേഹയെ രേണുകയുടെ ഒപ്പം നിർത്തിയേ പറ്റൂ. രേണുക പ്രസവിച്ച കുഞ്ഞല്ലേ സ്നേഹ. ഇനി എന്തൊക്കെ ആയാലും ശരി, രേണുകയുടെ കൈകളിൽ സ്നേഹ ഏൽപ്പിച്ചേ മതിയാകൂ. ക്ലാരയ്ക്ക് അതിനുള്ള സന്മനസ്സുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ക്ലാര ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് മൈക്കിളിനോടൊപ്പം ജർമ്മനിയിലേക്ക് പോവാണെന്നറിഞ്ഞു. ശരിയാണോ മദർ? പെറ്റമ്മ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ടും അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടുള്ള ക്ലാരയുടെ ജർമ്മനി യാത്രയ്ക്ക് മദർ കൂട്ടുനിൽക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. അല്ലേ മദർ? ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളാണ് ഇവര്. പല വേഷങ്ങൾ, പല ഭാഷകൾ. ഒരു വൺ റാക്കറ്റിലെ കണ്ണി. ബോൺ ക്രിമിനൽ ആൻഡ് എ പ്രൊഫഷണൽ കില്ലർ. യെസ്, ഐ നോ. സുബ്രഹ്മണ്യ അയ്യങ്കാർ എന്ന അയ്യർ. ഇവിടെ ഇവൻ പാലക്കാട്ടുകാരൻ പട്ടർ, ചെന്നൈയിൽ മുത്തുകർപ്പൻ, ഡൽഹിയിൽ ജോസഫ് അലക്സ്, ബോംബെ അണ്ടർവേൾഡിൽ ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒന്നിലധികം പേരുടെ വിശ്വസ്ത വിധേയൻ. കറക്റ്റ്. പക്ഷേ ശരിക്കും ഇവന്റെ നേറ്റീവ് പ്ലേസ് കുന്നംകുളമാണ്. കുന്നംകുളത്തുകാരൻ രാജപ്പന്റെ മകൻ രമേശൻ. പോസ്റ്റിംഗ് കിട്ടി ഞാൻ ആദ്യം അവിടേക്ക് ചെല്ലുമ്പോൾ 1-2 പെറ്റി കേസുകളിൽപ്പെട്ട് എനിക്കിവനെ എന്റെ ലോക്കപ്പിൽ കിട്ടിയിട്ടുണ്ട്. ശരിക്കും അതവന്റെ തുടക്കകാലമായിരുന്നു. പിന്നെ നാട് വിട്ടു എന്നൊക്കെയാണ് കേട്ടത്. കുറെ കാലത്തേക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. സ്പെഷ്യൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഞാൻ റോയൽ ഉണ്ടായിരുന്നപ്പോൾ മയക്കുമരുന്ന് കേസിൽപ്പെട്ട് ഇവൻ കസ്റ്റഡിയിലായിട്ടുണ്ട്. അന്ന് ഇവൻ ജോസഫ് അലക്സ് ആയിരുന്നു. മദർ മാർഗരറ്റ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കുട്ടിയെ തട്ടിയെടുത്തതിന്റെ പിന്നിലെ ഇവന്റെ ലക്ഷ്യം പണം മാത്രമായിരിക്കുമോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. പിന്നെ ലോക മാർക്കറ്റിൽ മനുഷ്യ ശരീരത്തിന് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. എസ്പെഷ്യലി കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾക്ക് വില അല്പം കൂടും. യെസ്, കിഡ്നാപ്പേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ശ്യാമിന്റെയും ക്ലാരയുടെയും ഒക്കെ തയ്യാറെടുപ്പുകൾ കാണുമ്പോൾ ഒരു ബാർഗൈനിങ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അവർ തമ്മിൽ ഒരു കൂട്ടിമുട്ടലും ഉടനെ തന്നെ ഉണ്ടാവും. അതെ, ആ അവസരമാണ് നമ്മൾ ശരിക്കും വിനിയോഗിക്കേണ്ടത്. എത്ര ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു മൂവ്മെന്റ്സ് അവർ എന്തൊക്കെയായാലും പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. അതിനുള്ള കരുതൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. നമ്മളും കരുതിയിരിക്കണം. വളരെ തന്ത്രപരമായ നീക്കങ്ങളായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഒരു ചുവട് പോലും പിഴയ്ക്കരുത്. പിഴച്ചാൽ ഒരുപക്ഷേ. ഇല്ല സർ, വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം നടത്തി കഴിഞ്ഞു. അതിനു മുമ്പ് സാർ ഒരിക്കൽ കൂടി ആ ശ്യാമപ്രസാദുമായി സംസാരിക്കണം. നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണല്ലോ. അയാൾ ഒരുപക്ഷേ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിലോ? ഞാൻ ശ്രമിക്കാം. അതിനു മുമ്പ് SP സുന്ദര സാറുമായി ഒന്നുകൂടി ഡിസ്കസ് ചെയ്യണം. സർ പ്ലീസ്. എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്കുണ്ടാകും. ഏത് മാർഗവും സ്വീകരിക്കുകയും ചെയ്യാം. പക്ഷേ ആ കുട്ടിയുടെ ജീവന് ഒരിക്കലും ഒരു ഭീഷണി ഉണ്ടാവില്ലെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. ഷുവർ സർ.
ഒരു പോറൽ പോലും ഏൽക്കാതെ കുട്ടിയെ ഞങ്ങൾ രക്ഷിക്കും. അത് മാത്രം പോരാ, കുറ്റവാളികളെ ജീവനോടുകൂടി തന്നെ പിടികൂടുകയും വേണം. അറിയാമല്ലോ, ഒരുപക്ഷെ ഒരു വൻ റാക്കറ്റ് തകർച്ച നമുക്കിതിലൂടെ സാധ്യമായേക്കാം. അതെ സാർ, ഞങ്ങളും അത് തന്നെയാണ് എയിം ചെയ്യുന്നത്. പോലീസിന്റെ നീക്കങ്ങൾ വളരെ രഹസ്യമായിരിക്കും. ഓപ്പറേഷന്റെ റിയൽ റൂട്ട് ഒടുവിൽ മാത്രമേ പുറത്തുവിടാവൂ. നമുക്കിടയിലും സ്പൈ റെക്കേഴ്സ് ഇല്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ. സർ, പിന്നെ മറ്റൊന്നു കൂടിയുണ്ട്. ക്ലാരയും ശ്യാമപ്രസാദും ആ അയ്യരുടെ നിരീക്ഷണ വലയത്തിൽ തന്നെയാകും. അതുകൊണ്ട് തൽക്കാലം അവരുമായൊന്നും ഒരു തരത്തിലുള്ള ബന്ധപ്പെടലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. അതല്ല സർ, കുറ്റവാളി ആരാണെന്ന് മാത്രമേ നമുക്കിപ്പോൾ വ്യക്തമായിട്ടുള്ളൂ. പക്ഷേ എന്ത് ഡീലിങ്സ് ആണ്, എവിടെ വെച്ചാണ് എന്നൊന്നും നമുക്കൊരു സൂചന പോലും കിട്ടിയിട്ടില്ല. ആ സ്ഥിതിക്ക് അവസാന ശ്രമമെന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് ശ്യാമപ്രസാദുമായി ഒന്നുകൂടി ഒന്ന് സംസാരിച്ചാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അതുകൊണ്ട് കാര്യമുണ്ടാകുന്നു. സർ, അയാളുമായി ഞാൻ നല്ല സൗഹൃദത്തിലാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരുപക്ഷെ അയാൾ വഴങ്ങിയെങ്കിലോ? ഒന്നുമില്ലെങ്കിലും അയാളൊരു അഡ്വക്കേറ്റ് അല്ലേ? ശ്രമിച്ചോളൂ. ഓക്കെ സർ. സർ, എവിടുന്ന് ഇത്രയധികം രൂപ? ശ്യാമേട്ടനാണ് ചോദിച്ചത് ഇത്രയധികം രൂപ എവിടുന്നാണെന്ന്. അത് നീ എന്തിനാ അറിയുന്നത്? അറിയണം, എനിക്കതറിയണം. തൽക്കാലം മോഷ്ടിച്ചതും പിടിച്ചു പറിച്ചതൊന്നും അല്ലാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്നെങ്ങനെ വിശ്വസിക്കാം? നോക്കണ്ട, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണെന്ന് എനിക്ക് ബോധ്യമുള്ളതാണല്ലോ. ഗംഗ, നീ വെറുതെ എന്നോട് വഴക്കിന് വരരുത്. അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് എരുതി നിൽക്കുക. ഈ എരുതിയിലുള്ള നിൽപ്പ് തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. എന്നാണാവോ ഇതൊന്ന് അവസാനിപ്പിക്കുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഈ പണം എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയണം. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആണുങ്ങളാവുമ്പോ ഇങ്ങനെ പല ഡീലിങ്സ് നടത്തിയെന്നിരിക്കും. അതൊന്നും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അറിയേണ്ട ആവശ്യമില്ല. പേരിനെങ്കിലും ഇപ്പോഴും എനിക്കൊരു ഭാര്യ പദവി ഉണ്ടല്ലോ. ആ അധികാരം ഉള്ളിടത്തോളം ഭർത്താവിന്റെ കാര്യങ്ങൾ കുറെയൊക്കെ ഭാര്യ അറിഞ്ഞേ തീരൂ. ഭർത്താവിനെ മനസ്സിലാക്കി പെരുമാറുന്നവളായിരിക്കണം ഭാര്യ, അല്ലാതെ സ്വസ്ഥത നശിപ്പിക്കുന്നവളാവരുത്. പിന്നെ ഭർത്താവിന്റെ എല്ലാ വഴിവിട്ട ജീവിതത്തിനും സ്തുതി പാടണോ? പ്ലീസ്. ഞാനൊന്നും അറിയുന്നില്ലെന്ന് കരുതിയല്ലേ? ഈ പണം എവിടുന്ന് കിട്ടിയതാണെന്ന് പറയട്ടെ ഞാൻ. ശാലിനിയുടെ പേരിലുള്ള നിങ്ങളുടെ തറവാട് വീട് വിറ്റ് കിട്ടിയ പണമല്ലേ ഇത്? വിറ്റെന്നോ? ആര് പറഞ്ഞു നിന്നോട്? പ്രമാണം രജിസ്റ്റർ ചെയ്ത് കൊടുത്താ പിന്നെ വിറ്റു നല്ലത്. പിന്നെ എന്താ പറയേണ്ടത്? ജാതകദോഷക്കാരിയായി നിങ്ങളുടെ പെങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്റെ ആങ്ങളയ്ക്ക് രേഖ കാണിച്ച സ്വത്താ അത്. എന്റെ ആങ്ങളയ്ക്ക് അവകാശപ്പെട്ട സ്വത്ത്. ജാരസന്തതിയുടെ കേസ് അന്വേഷിക്കാനും കാമുകിയെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനും ഒക്കെ അത് വിറ്റ് കിട്ടിയ കാശ് തന്നെ വേണമായിരുന്നു അല്ലേ? എന്താ ഉത്തരം മുട്ടിയോ? ഇല്ലെങ്കിൽ മുട്ടാൻ പോകുന്നേ ഉള്ളൂ. എനിക്കറിയണം, എന്റെ പൊന്നാങ്ങളെ കൂടി അറിഞ്ഞിട്ടാണോ ഇതെന്ന്. അതും കൂടി എനിക്കൊന്നറിയണം.